നമസ്കാരം, ലൈഫ് ഓഫ് അറേബ്യയിലേക്ക് സ്വാഗതം. ലോകത്തിലെ ഏറ്റവും മികച്ച ഇവൻറ്റുകളും എക്സിബിഷനുകളും നടക്കുന്നത് ദുബായിലാണ്. ഈ ഇവൻറ്റുകളിലും എക്സിബിഷനുകളിലും നിറസാന്നിധ്യമായി നിൽക്കുന്ന JKK ഗ്രൂപ്പിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത് കോശി ജോൺ സാർ. സാർ സ്വാഗതം. ഗുഡ് മോർണിംഗ്. ലൈഫ് ഓഫ് അറേബ്യ. സാർ, എങ്ങനെയാണ് ഈ ഒരു JKK ഗ്രൂപ്പ് എന്ന സ്ഥാപനം തുടങ്ങുന്നത്? ഈ ഒരു ആശയം ഉടലെടുത്തത് എങ്ങനെയാണെന്നൊന്ന് പറയാമോ? ഞാൻ 1985 ഇവിടെ വരുന്നത് UAE. ബേസിക്കലി ഫൈനാൻസ് ബാക്ക്ഗ്രൗണ്ടിലാണ് എൻ്റെ എഡ്യൂക്കേഷനൊക്കെ ഫൈനാൻസ് ബാക്ക്ഗ്രൗണ്ട്. വന്നൊരു 2 വർഷം ഫൈനാൻസിലായിട്ട് വർക്ക് ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ പ്രൊഫഷൻ ചേഞ്ച് ചെയ്ത് ഐ ഗോട്ട് ഇൻ ടു സെയിൽസ്, കാർഗോ സെയിൽസിൽ വന്ന് ഞാൻ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്തപ്പോൾ ആ കമ്പനിയിൽ എക്സിബിഷൻ തുടങ്ങാനായിട്ടുള്ള അവസരം കിട്ടി. അങ്ങനെ 1990 മുതൽ ഞാൻ എക്സിബിഷൻ ഇൻഡസ്ട്രിയിലാണ്. അങ്ങനെയാണ് എക്സിബിഷൻ ആൻഡ് ഇവൻറ്റ് ഇൻഡസ്ട്രി വരുന്നത്. അവിടെ till 1996 I was working majorly with the 2 companies. അത് കഴിഞ്ഞ് 2005 I came out and started my own. We started with the logistics. Even logistics ആയിരുന്നു ഞങ്ങളുടെ മെയിൻ പോട്ടെ. Even logistics we are doing it. Then in 2010 I got a huge customer base. നമ്മൾ ഈ സെയിൽസിൽ വന്നപ്പോഴാണ് നമ്മുടെ പ്രൊഫഷൻ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ആണ് എന്ന് മനസ്സിലാകാനായിട്ട് സംഭവിച്ചത്. കാരണം ആദ്യത്തെ കമ്പനി ജോയിൻ ചെയ്ത് 1 മാസം കൊണ്ട് ഐ വാസ് ഏബിൾ ടു ബീറ്റ് ഓൾ ദ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ബൈ ദ സെയിൽസ് മാനേജർ. അവിടെ ഒരു സെയിൽസ് മാനേജർ 6 സെയിൽസ്മാൻമാരുണ്ട്. അവരുടെ എല്ലാം ടാർഗറ്റിനേക്കാളും കൂടുതൽ ഐ കുഡ് സെൽ. ദെൻ ഓൺലി ഐ സ്റ്റാർട്ടഡ് ഫീലിംഗ് ഓക്കെ, ഇതാണ് നമ്മുടെ പ്രൊഫഷൻ എന്നുള്ളത്. ലക്ലി ഓർ വാട്ട് എവർ ഇറ്റ് ഈസ്, എൻ്റെ പേഴ്സണാലിറ്റി ആണോ എന്താണോ, I used to have huge acceptance from my customers. So which was the backbone of success. So അങ്ങനെ 2005 തുടങ്ങി. I had tremendous support from all my customers. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, we are a small company, we are not very big. There are giants here in this market with huge infrastructure and huge network with lots of money to play around. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, they are not a competition to us. I always feel that they can't compete with us because our service levels, service standards is much higher than them. ഇത്രയും പേഴ്സണൽ ടച്ച് കൊടുത്ത് കാര്യങ്ങൾ ചെയ്യുന്ന വേറൊരു കമ്പനി മാർക്കറ്റിലുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് സംശയം. അത് വെരി ഗുഡ്. ഇപ്പം സാറ് പറഞ്ഞതുപോലെ ഇത്രയും ഒരു കോണ്ടാക്റ്റുകൾ, ഈ പ്രവാസ ജീവിതം തന്ന ആ ഒരു കോണ്ടാക്റ്റുകൾ തന്നെ ആവണം സാറിന് ഇത്രയും ഈ ഒരു ശരിക്കും സെയിൽസ്മാൻ ഇല്ലാതെ, സെയിൽസ് എക്സിക്യൂട്ടീവ് ഇല്ലാതെയാണ് സാർ ഇത്രയും എന്ന് ഞാൻ സാറിനെ കുറിച്ച്. അതെ, ഈവൻ നൗ അങ്ങനെ സെയിൽസ്മാൻമാരൊന്നുമില്ല. വി ആർ ജസ്റ്റ് ഫ്യൂ ഗൈസ് ഹാൻഡ്ലിങ് ഓൾ ദിസ്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഐ വാസ് ഏബിൾ ടു ഇൻഫ്ലുവൻസ് ഫോറിനേഴ്സ്. ഫോറിൻ കസ്റ്റമേഴ്സ്, എൻ്റെ 90% കസ്റ്റമർ ബേസ് ഓഫ് ഫോറിൻ കമ്പനീസ്. ഹാർഡ്ലി ഹാവ് എനി കസ്റ്റമേഴ്സ്. UAE അങ്ങനെ വലിയൊരു കസ്റ്റമർ ബേസ് ഒന്നും നമുക്കില്ല, ഈവൻ ഇല്ല. പിന്നെ കോവിഡ് വന്നു കഴിഞ്ഞപ്പോൾ ഇവൻറ്റ്സ് ആൻഡ് എക്സിബിഷൻസ് എല്ലാം നിന്ന് പോയപ്പോൾ ദെൻ വി സ്റ്റാർട്ടഡ് ലുക്കിംഗ് ഇൻ ടു ദ ലോക്കൽ മാർക്കറ്റ് എ ബിറ്റ്. Then in 2010 we diversified or we moved to Africa also. Africa we have got a huge operation. There also we do the same thing. Logistics and even construction ചെയ്യും. ഇവിടെയും 2 കമ്പനിയുണ്ട്. രണ്ടും we are totally into the event support services. JK ഗ്രൂപ്പിൻ്റെ തന്നെ ലിമിറ്റഡ് എഡിഷൻ എന്ന് പറഞ്ഞ കമ്പനിയും പിന്നെ ട്രിപ്പിൾ ഇവൻസും അങ്ങനെ ഒരു പല കമ്പനികളിലായിട്ട് എന്നാണ് അത് സ്റ്റാർട്ട് ചെയ്തത്? ആദ്യം ഓരോ ആക്ടിവിറ്റി എല്ലാം ഇവൻറ്റ്, അതായത് ഒരു ഇവൻറ്റ് ഓർഗനൈസർ, ഒരു എക്സിബിഷൻ ഓർഗനൈസ് ചെയ്യുന്ന ഓർഗനൈസർക്ക് വേണ്ട എല്ലാ എലിമെൻസും ഞങ്ങളുടെ കയ്യിലുണ്ട് ഇൻ ഹൗസ്. We can do construction services for events or exhibitions. We can do the logistics support. And then
started thinking that why can't we have an organizing unit, which is AAA exhibition. We organize events, and our subsidiary companies handle everything in-house. You know. സാർ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും സാറിന് ഓർമ്മയിൽ ഏറ്റവും ബെസ്റ്റ് എക്സിബിഷൻ ഇതാണ് നമ്മൾ ചെയ്തതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരു എക്സിബിഷൻ ഏതാണ്? I can say Dubai Air Show. യെസ് സാർ അതിനെക്കുറിച്ചൊന്ന് പറയാമോ? Dubai Air Show, ആ particular, I forgot the year. ആ particular year, I was all alone. You know, I mean, I just started. എനിക്ക് 2007 എനിക്ക് തോന്നുന്നു. എല്ലാ എക്സിബിഷനും ഒരു ഒഫീഷ്യൽ കാർഗോ ഹാൻഡ്ലിംഗ് ഏജൻറ്റ് കാണും. ആ പർട്ടിക്കുലർ ഇയറിൽ ഐ എം ഓൾവേസ് ദെയർ ഇൻ ദി 1996 മുതൽ 1990 മുതൽ ഐ ആം ഇൻവോൾവ് ഇൻ ദ ദുബായ് എയർ ഷോ. എല്ലാ 1990 മുതൽ ലിറ്റിൽ ലാസ്റ്റ് ഇയർ ആൻഡ് ഈവൻ ദിസ് ഇയർ ഓൾസോ. ആ പർട്ടിക്കുലർ ഇയറിൽ വി ഹാഡ് ഹ്യൂജ് സപ്പോർട്ട് ഫ്രം പീപ്പിൾ. We had customers like Airbus, all the French companies in aviation, Dassault Falcon and Airbus, Boeing, British Group. So I can say, other than the official, I was the biggest on the ground handling cargo. And most of the people, they came and congratulated me, saying how you can manage this. I mean, handle this, you know. So it was very well managed, and it was a great success. So this is how we market. So it's a word of mouth at the end of the day. People used to say, I mean, in France, for example, there are 9 agents. Exhibition matra handle in the 9 agents under. I used to represent all of them. When they want to come to Middle East, everybody നമ്മളോട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവർ തന്നെ ചോദിക്കും ഹൗ യു ക്യാൻ മാനേജ് ദിസ് 9 ഡിഫറെൻറ്റ്. അവർ കോമ്പറ്റീറ്റേഴ്സോ സ്റ്റിൽ വി കുഡ് മാനേജ് ദം. സോ വി ഹാഡ് ദാറ്റ് കൈൻഡ് ഓഫ് ഇൻഫ്ലുവൻസ് ഇൻ ദി ഇൻഡസ്ട്രി. ഇത്രയും മത്സരം നിറഞ്ഞിരിക്കുന്ന ഈ ഒരു മേഖലയിൽ, പ്രത്യേകിച്ചും UAE പോലുള്ള ഒരു സ്ഥലത്ത് എങ്ങനെയാണ് സാർ അതിൻ്റെ ഒരു രഹസ്യം, ഈ ഒരു വിജയത്തിൻ്റെ പിന്നിലെ രഹസ്യം എങ്ങനെയാണ്? പേഴ്സണൽ റിലേഷൻസ്, നത്തിങ് എൽസ്. ദാറ്റ്സ് ദ ഓൺലി തിങ്. വി കീപ് very open, very close relations. It is not that we entertain them or we pay them money or nothing of that sort. ഞങ്ങളുടെ relation എന്ന് പറയുന്നത് is more than business. Okay, we talk each other always and then share information and whatever they need. അതിപ്പോൾ എക്സിബിഷൻ തന്നെയല്ല. I used to remember, I used to have a company called Arabian Liquid Chemicals in Sharjah, manufacturing paints. Yes. Fully managed by the British people, part of Al Ghurq group. I remember the managing director of the company used to sell this company anything that you need. Not only shipping, any other service you require, talk to John first. Atra influence are nanike. Not because I influenced anyone, but to a close relations. Even if they want to, not only shipping, any services which they are not aware in the local market, they used to call me and guide me. ഒരു കസ്റ്റമർ നമ്മൾ ചെയ്യുന്ന സർവീസ് അല്ലാതെ, അല്ല നമ്മൾ ഓഫർ ചെയ്യുന്ന സർവീസ് അല്ലാതെ എന്ത് സർവീസ് ചോദിച്ചാലും I don't leave it. I take it up and respond to them. Either we can do or we cannot do. Yes. So I have created that kind of a dependability. You know, customers used to have very close dependability on me. സാർ, ഇനിയുള്ള ഈ ഒരു തലമുറ ഒരുപാട് പേര് ഈ ദുബായ് എന്ന വിസ്മയ ലോകത്ത് വരാനും ബിസിനസ് ചെയ്യാനും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ കരിയർ തുടങ്ങാനുള്ള ആളുകളോട് സാറിൻ്റെ ഈ ഒരു അനുഭവത്തിൽ നിന്ന് എന്താണ് പ്രധാനമായിട്ടും പറയാനുള്ളത്? Current market situation, what I have seen is there's no loyalty. ജോലി ചെയ്യുന്നവരാണെങ്കിലും എല്ലാവരും വളരെ ഷോർട്ട് ടേം ഒരു ഔട്ട്ലുക്കേ ഉള്ളൂ. സോ ഐ ഫീൽ by that they don't become experts in their industry. They keep on jumping from one place to another. So what I feel is people have to be more loyal, attached to the company, work hard and to try to maintain good relation with people. That's all. സാർ,
പലരും ഇന്ന് ആഫ്രിക്ക എന്നുള്ളൊരു കൺട്രി പൊതുവെ ആരും അങ്ങനെ തിരഞ്ഞെടുക്കാറില്ല. വൈ ആഫ്രിക്ക? എന്തുകൊണ്ടാണ് അങ്ങോട്ടൊരു ഇവിടെ നിന്ന് അങ്ങോട്ടൊരു വിപുലീകരിക്കാനുള്ളൊരു Africa is always a surprise for me also. Yes, sir. ഞാൻ ഒരിക്കലും ആഫ്രിക്കയിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ അവിടെ ബിസിനസ് ചെയ്യണമെന്നോ ആഗ്രഹിച്ച ഒരാളല്ല. Yes, sir. പക്ഷേ ഞാൻ ഒരു എന്താ പറയുന്നത് റെഗുലറായിട്ട് ന്യൂസ് പേപ്പർ വായിക്കുന്ന ഒരാളാണ് ഞാൻ. ഈവൻ നൗ എനിക്ക് രാവിലെ ന്യൂസ് പേപ്പർ കണ്ടില്ലെങ്കിൽ ഓർക്കം വരത്തില്ല. I don't read papers on the telephone. I need to have the print copy. അപ്പോൾ ഒരു 90s മുതൽ നോട്ട് 90s മേബി 2000 ആൻഡ് ഓൺവേർഡ്സ് ഗൾഫ് ന്യൂസിൽ എവറി ഡേ ദർ ഇസ് എ പേജ് ആഫ്രിക്ക. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ്, ഇന്ത്യ, പാകിസ്ഥാൻ എന്നൊക്കെ ഓരോ പേജസ് കാണാം. എന്ന് പറഞ്ഞാൽ ആഫ്രിക്ക എന്നൊരു പേജ്. സോ ഐ യൂസ് ടു റീഡ് ദാറ്റ്. അതെനിക്ക് ആഫ്രിക്കയോട് ഒരു പ്രത്യേക ഒരു ഇൻട്രസ്റ്റ് ജനറേറ്റ് ചെയ്യാൻ തുടങ്ങി. ഐ സ്റ്റാർട്ടഡ് സ്റ്റഡിയിങ്. ഒരുമാതിരി എല്ലാ രാജ്യങ്ങളിലും പറ്റി എനിക്ക് മാപ്പില്ലാതെ തന്നെ രാജ്യങ്ങളെപ്പറ്റി പറയാനുമൊക്കെയുള്ള അറിവുണ്ട്. പിന്നെ ഞാനൊരു 30 രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. എനിവേ ആക്സിഡൻ്റലി ഞാൻ റുവാണ്ട എന്ന് പറയുന്ന സ്ഥലത്ത് ആക്സിഡൻ്റലി പോയതാണ്. എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ ഉണ്ട്. ഘാന എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകാനായിട്ട് പോയപ്പോൾ എന്നോട് പുള്ളി എന്നെ വിളിച്ചു പറഞ്ഞു, വൈ കാണ്ട് യു കം ഇൻ കിഗാലി. അങ്ങനെ അവിടെ പോയി. ഐ വാസ് ദെയർ ഫോർ 2 or 3 days ആൻഡ് ഭയങ്കര പൊട്ടൻഷ്യൽ ഞാൻ കണ്ടു എക്സിബിഷൻ. അപ്പോൾ എൻ്റെ ഒരു സ്ട്രാറ്റജി എന്താണെന്ന് വെച്ചാൽ ആഫ്രിക്കയിൽ പോവുകയാണെങ്കിൽ ഐ ഡോണ്ട് വോണ്ട് ടു ഗോ ടു എ പ്ലേസ് വിച്ച് ഈസ് ഡെവലപ്ഡ് ഓൾറെഡി, വേർ ദർ ഇസ് കോമ്പറ്റീഷൻ ആൻഡ് ഓൾസോ വിച്ച് ഈസ് നോട്ട് ദാറ്റ് സേഫ്. കിഗാലി റുവാണ്ട ചെന്നപ്പോൾ വാട്ട് ഐ ഹവ് സീൻ ഇസ് ഇറ്റ്സ് വെരി സേഫ്, very clean, nice weather, and this kind of services is not existent in the country. Yes, okay. So that is what attracted, that is where we started. Yes, and the saga is still going on. We are planning to expand to other countries in Africa also. പലരും ഇപ്പം ആഫ്രിക്കയിലേക്ക് പോകണം, ബിസിനസ് തുടങ്ങണമെന്ന് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും അവർക്കതൊരു തിരഞ്ഞെടുക്കാനായിട്ട് ഇപ്പം മലയാളികൾ ഉൾപ്പെടെ പല ബിസിനസ്സുകാർക്കും അതൊരു വൈമുഖ്യം കാണിക്കുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്ന ഒരു എന്താ പറയുന്നത്, ആഫ്രിക്കയെ പറ്റി ഒരു റോങ് ഇംപ്രഷൻ എല്ലാവരുടെയും മനസ്സിലുണ്ട്. പൊതുവേ അവിടെ പ്രശ്നങ്ങളാണ്, അവിടെ എല്ലാം പട്ടിണിയാണ്, അവിടെ പൈസ ഇല്ല, മോഷണമുണ്ട്, അല്ലെങ്കിൽ സേഫ് അല്ല. അത് നമുക്ക് മീഡിയയിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷനാണ്. ബട്ട് വെൻ യു റിയലി ഗോ ഇൻ ടു ദ കൺട്രി ആൻഡ് എക്സ്പീരിയൻസ് ഇറ്റ്, യെസ് ഇറ്റ് ഈസ് ഡിഫറെൻറ്റ്. ബട്ട് ഓഫ് കോഴ്സ് സൗത്ത് ആഫ്രിക്ക പോലുള്ള സ്ഥലങ്ങളൊക്കെ വൈകിട്ട് 6 മണി, ഈവൻ പകൽ പോലും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നടക്കാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത്. സോ ഇറ്റ്സ് നോട്ട് സേഫ്. ബട്ട് ദർ ആർ സോ മെനി സേഫ് കൺട്രീസ് വിച്ച് ആർ ഗുഡ്, പീപ്പിൾ ആർ നൈസ്. നമ്മുടെ രാജ്യം ഇന്ത്യ കേരളം എന്നൊരു സ്ഥലം ഒരു 35-40 വർഷം മുമ്പ് എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ പലയിടത്തും. ഇറ്റ്സ് ഇംപ്രൂവിങ്, സോ ഇറ്റ് വിൽ ചേഞ്ച്. സോ that's what I feel. It's a very എന്താ പറയുക attractive place to do business. You have to go and do it yourself. ആരും ഡിപ്പെൻഡ് ചെയ്തൊന്നും നടക്കത്തില്ല. സാർ, 2020 എക്സ്പോ എന്ന് പറയുന്ന ലോകം ദുബായിലേക്ക് ആകമാനം പറന്നിറങ്ങിയ ഒരു അവസരമായിരുന്നു. ആ ഒരു 2020 എക്സ്പോയെ പറ്റി ഈ JKK ഗ്രൂപ്പ് എന്നുള്ള അധികാരികരായ ഈ ഒരു കമ്പനിയുടെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? 2020 എക്സ്പോയിൽ നമ്മൾ കൺസ്ട്രക്ഷൻ വൈസ് നമ്മളൊന്നും ചെയ്തിട്ടില്ല. Okay. But we have handled logistics. Yes. Chinese pavilionum, French pavilionum. Okay, നമ്മൾ കാർഗോ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അല്ലാതെ കൺസ്ട്രക്ഷൻ ഒന്നും ചെയ്തിട്ടില്ല. സാർ, ഈ എയർ ഷോ 2020 എക്സ്പോ അല്ലാതെ സാറിൻ്റെ മനസ്സിലേക്ക് വരുന്ന ഏറ്റവും നമ്മൾ ഈ ഒരു ട്രിപ്പിൾ ഇവൻറ്റ്സ് ഇത് കണ്ടന്റ് ചെയ്തതിൽ ഏറ്റവും there are so many shows we have done. The defense exhibition IDEX, we are always part of it. Yes, sir. And we have done one of the public transport event, very big, in Trade Center. There are so many shows which we handle with the huge volumes and exclusively, independently. Yes. സാർ, ഇനി വ്യക്തിപരമായ ഒരു ചോദ്യം. ഒരു മലയാളിയായ സാർ ഇവിടം വരെ എത്താനായിട്ട് ഒരു പ്രചോദനം, ഒരു പ്രവാസിയായ ജീവിതം ആരംഭിച്ചു ഏതൊരു മലയാളിയും പോലെ, എന്നിട്ട് ഇവിടം വരെ എത്താനുള്ള ഒരു പ്രചോദനം ഉള്ളിൻ്റെ ഉള്ളിൽ നേരത്തെ ഒരു ബിസിനസ് സ്വപ്നം ഉണ്ടായില്ല? ഇല്ല, ഞാൻ ഒരിക്കലും ഇവിടെ വരാനായിട്ട് ആഗ്രഹിച്ച വ്യക്തിയല്ല. കാരണം എൻ്റെ ബ്രദർ ആണ് ഇവിടെ ആദ്യം വന്നത്. അപ്പോൾ
അപ്പോൾ നാച്ചുറലി നമ്മുടെ നാട്ടിൽ ആരെങ്കിലും ഒരാൾ ഗൾഫിൽ പോയാൽ പിന്നെ പുറകെ പോകുക എന്നുള്ള ഒരു പ്രവണതയുണ്ടല്ലോ. പക്ഷേ എനിക്ക് ഇങ്ങോട്ട് വരണമെന്ന് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. പക്ഷേ ഒരു സുപ്രഭാതത്തിലെ പുള്ളി അവിടെ വന്നപ്പോൾ ഒരു വിസയും കൊണ്ട് വന്നു. എടാ ഓക്കെ വിസ ഇസ് റെഡി കം ഓവർ എന്നും പറഞ്ഞു. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ജോലിയെല്ലാം റിസൈൻ ചെയ്ത് ഞാൻ വന്നതാണ്. ഐ മീൻ ഐ യൂസ് ടു എൻജോയ് വാട്ട് ഐ യൂസ് ടു ഡു ഓൾവേസ്. അത് ചെറുപ്പം മുതലേ പഠിക്കുന്ന കാലത്താണെങ്കിലും ഐ യൂസ് ടു ഡു മൈ ബെസ്റ്റ്. I remember academically I was very good actually. I used to കോളേജിൽ കുഴപ്പം സ്കൂളിലല്ല കോളേജിൽ കൂടുതലും ഉണ്ടെങ്കിലും വീട്ടിൽ വന്നിരുന്ന് ഞാൻ വളരെ ഏണസ്റ്റായിട്ട് പഠിക്കുകയും ലൈബ്രറിയിൽ നിന്ന് ബുക്കൊക്കെ എടുത്ത് റെഫർ ചെയ്ത് നോട്ട്സ് ഉണ്ടാക്കുകയും പല ഫ്രണ്ട്സും എൻ്റെ നോട്ട്സ് വെച്ച് ആണ് എക്സാം എഴുതാനൊക്കെ പോയിട്ടുള്ളത്. സോ ഐ വാസ് വെരി അഗ്രസീവ് ഇൻ ദാറ്റ്. അതുപോലെ ജോലി കാര്യങ്ങളിലാണെങ്കിലും എന്ത് ചെയ്താലും വളരെ വൃത്തിയായിട്ടും സമയോചിതമായിട്ട് തീർക്കണം എന്നുള്ള ഒരു ആഗ്രഹം എപ്പോഴും ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ആ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെയാണെന്ന് തോന്നുന്നു എൻ്റെ സക്സസിൻ്റെ കാര്യം. തിരുവല്ല എന്ന സ്വദേശത്തെക്കുറിച്ച് സാറിന് കൂടുതൽ എപ്പോഴും മനസ്സിലേക്ക് വരുന്നത്? തിരുവല്ലയിൽ ഞാൻ സത്യം പറഞ്ഞാൽ സ്കൂളിലൊന്നും തിരുവല്ലയില്ല പഠിച്ചത്. എൻ്റെ ഫാദർ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അഡീഷണൽ ഡയറക്ടറായിരുന്നു. സോ ഞങ്ങൾ തൃശ്ശൂർ, കൊട്ടാരക്കര, ആലപ്പുഴ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ കറങ്ങി നടന്ന് അവസാനം ഞങ്ങളൊക്കെ വലുതായി കഴിഞ്ഞപ്പോൾ കോളേജിൽ പഠിക്കാൻ വേണ്ടി തിരുവല്ലയിൽ വന്ന് സെറ്റിൽ ചെയ്ത് കോളേജിലൊക്കെ അവിടെ പഠിച്ചത്. തിരുവല്ല ഈസ് എ വെരി നൈസ് പ്ലേസ്. ആദ്യമൊക്കെ തിരുവല്ല എന്ന് പറഞ്ഞാൽ നമുക്കൊരു നമ്മുടെ സ്വന്തം നാട്, നമ്മുടെ ആൾക്കാർ ഇപ്പോൾ അത്ര ഇല്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നാടിനോടുള്ള വിരോധമില്ല, നമ്മുടെ ഫ്രണ്ട്സൊന്നും ഇല്ല അവിടെ. അറിയാവുന്ന ആൾക്കാർ കുറഞ്ഞു. ഫ്രണ്ട്സൊക്കെ എല്ലാം മൈഗ്രേറ്റ് ചെയ്ത് അതിലൊക്കെ പോയി. നമ്മൾ വല്ലപ്പോഴൊക്കെ ചെല്ലുമ്പം കയ്യിലെണ്ണാവുന്ന കുറച്ച് പേരൊക്കെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ ഒരു ബോറടിയുണ്ട്. പിന്നെ കസിൻസും വീട്ടുകാരും ഒക്കെ ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല പോകുന്നു. ബട്ട് എനിവേ മൈഗ്രേറ്റ് ചെയ്തെങ്കിലും പോകാനായിട്ട് താല്പര്യമില്ല. സോ വിൽ ഗെറ്റ് ബാക്ക് ടു തിരുവല്ല അവിടെ. സാറിൻ്റെ കുടുംബത്തെക്കുറിച്ചൊന്ന് പറയാം. എൻ്റെ കുടുംബം, എൻ്റെ വൈഫ്, എനിക്കൊരു മകളെ ഇവിടെ പഠിച്ചതൊക്കെ. അത് കഴിഞ്ഞിട്ട് അവൾ VIT അവൾ MBA ചെയ്യാൻ പോയി. കല്യാണം കഴിഞ്ഞു. ഒരു കൊച്ചുമകളുണ്ട് 8 വയസ്സുള്ള. അവർ എറണാകുളത്ത് താമസിക്കുന്നു. ഞാനും വൈഫും ഇവിടെ ദുബായിലുണ്ട്. സാർ ഇവിടെ നിന്ന് ഇനി മറ്റൊരു കൺട്രിയിലേക്ക് സാറ് ജീവിതം, അതായത് ഇനിയുള്ള ശേഷമുള്ള ഒരു ജീവിതം, ബിസിനസ്, ഇപ്പോൾ ആഫ്രിക്കയിൽ ബിസിനസ് തുടങ്ങുന്നു, അങ്ങോട്ട് മൂവ് ചെയ്യാനൊരു താല്പര്യമുണ്ടോ? ഞാൻ ആക്ച്വലി ആഫ്രിക്കയിൽ ഞാൻ 2010 മുതൽ 2020 വരെ ഞാൻ ആഫ്രിക്കയിലായിരുന്നു. പെർമനൻ്റ്ലി സെറ്റിൽഡ് വിത്ത് മൈ വൈഫ്. ഐ വാസ് സ്റ്റേയിങ് ദെയർ. കോവിഡ് വന്ന സമയത്താണ് തിരിച്ചിങ്ങോട്ട് വന്നത്. കാരണം ഇവിടുത്തെ ബിസിനസ്സൊക്കെ വളരെ മോശമായപ്പോൾ then I came here. ഇപ്പോൾ എൻ്റെ ബ്രദർ ഈസ് ലുക്കിംഗ് ആഫ്റ്റർ ഓപ്പറേഷൻസ് ദെയർ. അതുകൊണ്ട് ആഫ്രിക്ക പോയി സ്ഥിരമായിട്ട് താമസിക്കാൻ ഉള്ള സാഹചര്യം അല്ല. ഇവിടെ ബിസിനസ് ഉള്ളിടത്തോളം കാലം അവിടെ പോയി സ്ഥിരമായിട്ട് താമസിച്ചു. ഐ ഷട്ടിൽ ബിറ്റ്വീൻ ദ പ്ലേസസ്. സാർ എന്തുകൊണ്ട് ഇന്ത്യയിൽ, നമ്മുടെ കേരളത്തിൽ ഈ ഒരു ബിസിനസ് വിപുലീകരിക്കാൻ ശ്രമിക്കുന്നില്ല? വെരി സ്ട്രേഞ്ച് ക്വസ്റ്റ്യൻ. ശ്രമിച്ചിട്ടുമില്ല, അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിൽ വന്നിട്ടുമില്ല. ടു എക്സ്റ്റെൻഡ് സംടൈംസ് ഐ ഫീൽ നാട്ടിൽ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ യു ഹാവ് ടു ബി മോർ അഗ്രസീവ്. ആൻഡ് ബേസിക്കലി നമ്മുടെ ഒന്നും ഒരു ശരിയായിട്ടൊരു ബിസിനസ്സുകാരൊന്നുമല്ല. ബിസിനസ് ഈ എല്ലാവരും ബിസിനസ് ചെയ്യുന്ന പോലെ ഒരു ബിസിനസ്സൊന്നുമല്ല. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന, നമ്മൾ എൻജോയ് ചെയ്യുന്ന ഒരു കാര്യം ചെയ്യുന്നു, അതൊരു ജീവിതമാർഗമായി എന്നുള്ളതേ ഉള്ളൂ. അല്ല ബിസിനസ് എന്നുള്ള കൺസെപ്റ്റിലല്ല പോകുന്നത് ഇപ്പോഴും. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ളതുകൊണ്ട് ഗ്രോത്ത് ലിമിറ്റേഷൻ നമുക്കുണ്ട്. ഓക്കെ, വി ഹാവ് ഗോട്ട് 5-6 കമ്പനീസ്, ലോട്ട് ഓഫ് പീപ്പിൾ ആർ വർക്കിംഗ്. പക്ഷേ എന്നാലും നമ്മുടെ എഫേർട്ട് അനുസരിച്ചുള്ള ഗ്രോത്ത് ഇപ്പോഴും അറ്റൈൻ ചെയ്തിട്ടില്ല. ദാറ്റ് ഈസ് ബിക്കോസ് വി ആർ നോട്ട് റിയൽ എഫക്റ്റീവ് ബിസിനസ് പീപ്പിൾ. നമുക്ക് നമ്മുടെ കയ്യിലൊതുങ്ങുന്ന, നമ്മൾ എൻജോയ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് പോകുന്നത്. അത് ഞാനും എൻ്റെ ബ്രദറും പാർട്ട്ണറാണ്. സോ ഞങ്ങളുടെ രണ്ടുപേരുടെ ആറ്റിറ്റ്യൂഡ് അതാണ്. അല്ലാതെ ഒരു എന്താ പറയുന്നത്, ഒരു വി ആർ നോട്ട് ആഫ്റ്റർ മണി, നോ. ഈ ലിമിറ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു പരിമിതിക്കുറവുകൾ കൊണ്ടാണോ, അതോ ഇപ്പോൾ UAE നൽകുന്ന, അതായത് ഏതൊരു ബിസിനസ്സുകാരനും എപ്പോഴും സപ്പോർട്ട് നൽകുന്ന ഒരു സ്ഥലമാണല്ലോ UAE. അപ്പോൾ അതിൻ്റെ ഒരു ഇവിടെ ബിസിനസ് ചെയ്ത്, അല്ലെങ്കിൽ ഇവിടെ ജീവിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് നാട്ടിൽ പോയി ബിസിനസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രത്യേക നാക്ക് തന്നെ വേണം. യു ഹാവ് ടു ബി റിയൽ ബിസിനസ് മാൻ.
യെസ്. നമ്മളതല്ലാത്തടത്തോളം കാലം നമുക്ക് ചെയ്യാനൊക്കത്തില്ല. ആഫ്രിക്ക ഉള്ളൊരു അഡ്വാൻറ്റേജ് എന്നാന്ന് ചോദിച്ചാൽ അതൊരു വെർജിൻ മാർക്കറ്റാണ്. സോ യു ക്യാൻ ഡു വാട്ട് എവർ യു വാണ്ട്. ആഫ്രിക്കയിലും യു എയിലും അല്ലാതെ മറ്റ് രാജ്യങ്ങളിലേക്ക് ഇനിയും വിപുലീകരിക്കാൻ സാർ നിരവധി രാജ്യങ്ങളിലേക്ക് വിപുലീകരിക്കുന്നുണ്ട് എങ്കിലും വി ആർ ലുക്കിംഗ് അറ്റ് സൗദി അറേബ്യ. ഓക്കെ. ആഫ്രിക്കയിൽ തന്നെ 52 രാജ്യങ്ങളുണ്ട് ആഫ്രിക്കയിൽ. സോ വി ആർ ഓൺലി ഇൻ വൺ കോർണർ ആൻഡ് വി ആർ പ്ലാനിങ് ടു എക്സ്പാൻഡ്. വി ആർ ലുക്കിംഗ് അറ്റ് ഓപ്പണിംഗ് an office in Kenya and then probably next year in a place called Gabon. So African operations increase ചെയ്യാനുള്ള പ്രോസസ്സിലാണ് ഇപ്പോൾ. സാർ ഇനിയും ഈ ഒരു പുതിയ ഇപ്പം നിരവധി ഈ JKK ഗ്രൂപ്പ് തന്നെ നിരവധി സബ് കമ്പനികൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇനി ഒരു പുതിയൊരു ബിസിനസ് ഇതിൽ ഇനിയും തുടങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ടോ? പുതിയ ലൈൻ ഓഫ് ആക്ടിവിറ്റി അല്ല, ഈ എക്സിസ്റ്റിംഗ് നമ്മൾ ചെയ്യുന്ന ലോജിസ്റ്റിക്സ് ആസ് വെൽ ആസ് ഈ കൺസ്ട്രക്ഷൻ, ഈ രണ്ട് ആക്ടിവിറ്റിയായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡെവലപ്പ് ചെയ്യും. ഇപ്പം കറൻ്റ്ലി ഇത് പുതിയ പ്രോജക്റ്റ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് ടു സ്റ്റാർട്ട് എ കാർഗോ ചാർട്ടർ ഓപ്പറേഷൻ, എയർ ചാർട്ടർ operation from here to a country in Africa. Collect cargo from here and send it. We charter or we lease an aircraft and operate. അപ്പോൾ ഈ ഇൻഡസ്ട്രിയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ കൂടുതൽ ട്രേഡിങ് ചെയ്യുന്നുണ്ട്. പ്രൊക്യൂർമെൻറ്റ് ഇസ് അത് എൻ്റെ ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റിൽ ചെയ്യുന്ന കാര്യമാണ്. നെറ്റ് ഈ റിലേഷൻസ് ഉള്ളതുകൊണ്ട് പല ആൾക്കാരും പല കാര്യങ്ങൾക്ക് വേണ്ടിയും എൻക്വയറി ചെയ്യും. ക്യാൻ യു ഹെൽപ്പ്? Okay, we need this, we need that, so we procure that and send it. Procurement അല്ലെങ്കിൽ ട്രേഡിങ്ങും ഒരു ആക്ടിവിറ്റി ആയിട്ട് ഞാൻ പേഴ്സണൽ ഒരു ആക്ടിവിറ്റി ആയിട്ട് നടക്കും. സാർ ഈ ഒരു ബിസിനസ് ജീവിതത്തിൽ ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു ഇപ്പം ഒരാളൊരു പ്രശംസ അല്ലെങ്കിൽ ഒരു അവാർഡ് അങ്ങനെയുള്ള ഒരു സംഭവം സാറിന് പറയാനായിട്ട്? അവാർഡ് ഈസ് കസ്റ്റമേഴ്സിൻ്റെ റെസ്പോൺസ് ആണ് എൻ്റെ അവാർഡ്. വൺ ആൻഡ് ആക്ച്വലി അവരാണ് എനിക്ക് വേണ്ടി മാർക്കറ്റ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് അച്ചീവ്മെൻറ്റ്. ഐ റിമെമ്പർ പീപ്പിൾ ഫ്രം ബോയിങ് വെൻ ദേ കം ഫോർ എക്സിബിഷൻ ദേ ആസ്ക് ഇൻ ദെയർ ഓഫീസ്, നമ്മൾ ദുബായിക്ക് പോവാണ് ദുബായ് ഷോയ്ക്ക്, വിത്ത് ഹൂം വി ആർ വർക്കിംഗ്, ആർ വി വർക്കിംഗ് വിത്ത് ജോൺ എന്ന് ഉള്ള പേഴ്സണൽ ക്വസ്റ്റ്യൻസ് വരെ ഉണ്ടായിരുന്നു. ദാറ്റ് ഇസ് വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് അവാർഡ്. തീർച്ചയായിട്ടും സാർ, കാരണം നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മളെക്കുറിച്ച് പറയുന്നത് തന്നെയാണ് ഏറ്റവും നമുക്ക് വേണ്ടത്. അതാണ് സാറിൻ്റെ ബിസിനസ്സിൻ്റെ ഒരു ഐ എം എ പീപ്പിൾസ് പേഴ്സൺ. അതാണ് എന്താ പറയുന്നത്, കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി ഐ ലീവ് എവറിത്തിങ് ആൻഡ് ഡു വാട്ട് എവർ ഐ ക്യാൻ. ഈ ഒരു ബിസിനസ് അല്ലാതെ സാറിന് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമയം കിട്ടുമ്പോൾ ചിലവഴിക്കാൻ ആഗ്രഹം തോന്നുന്നത് ഏത് ഹോബികളാണ്? ഞാൻ ഈ ഒരു വലിയ പബ്ലിക് പേഴ്സൺ ഒന്നുമല്ല. വലിയ സോഷ്യൽ ആക്ടിവിറ്റിയിലൊക്കെ പണ്ടൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല. അതിനുള്ള സമയമില്ല. യാത്ര ചെയ്യുന്നുണ്ടൊന്നും സ്റ്റഡി ആയിട്ട് ഓരോ കാര്യങ്ങൾക്കൊന്നും ഇൻവോൾവ് ചെയ്യാനൊക്കത്തില്ല. ഐ റീഡ് എ ബിറ്റ്. റീഡിങ് ആണ് ഒരു റിസർച്ച് ഓൺ തിങ്സ് ആൻഡ് അങ്ങനെ ഒരു കാര്യം കിട്ടിയാൽ അതിനെപ്പറ്റി പഠിക്കാനായിട്ട് ശ്രമിക്കും. എല്ലാം ബിസിനസ്സിനോട് അനുബന്ധിച്ചാണോ വായിക്കുന്നത്, അതോ അങ്ങനെയുള്ള ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൂടുതലും, ജനറൽ ഇൻഫർമേഷൻ എന്നുള്ള ഒരു കാര്യം. സാറിപ്പം പറഞ്ഞല്ലോ എയർ കാർഗോ നമ്മൾ ചെയ്യുന്നുണ്ട് ഇവിടെ നിന്നുള്ള. അപ്പം നമുക്ക് സ്വന്തമായിട്ട് എയർ സർവീസ് നമുക്ക് ഉണ്ടോ? എങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനം എന്ന് പറയാമോ? അതിൻ്റെ പ്രവർത്തനം രണ്ട് കാര്യങ്ങളാണ് വേണ്ടി. ഒന്ന്, കാർഗോ വേണം കൊണ്ടുപോകാൻ. അപ്പോൾ അതിന് നമുക്കൊരു നെറ്റ്വർക്ക് ഉണ്ട് UAE തന്നെ. ആഫ്രിക്കൻ കാർഗോ ബേസിക്കലി ആഫ്രിക്കയിലെ കൂടുതൽ ആൾക്കാരോട് വരുന്ന ട്രേഡേഴ്സാണ്. അവർ വന്ന സാധനം വാങ്ങിച്ച് കൊണ്ടുപോയി അവിടെ കൊണ്ട് വിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഏറ്റവും കോസ്റ്റ് എഫിഷ്യൻ്റായിട്ടും ഇഫക്റ്റീവായിട്ടും അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് ടൈമിൽ ട്രാൻസ്പോർട്ട് ചെയ്യുക എന്നുള്ള അവരുടെ ആവശ്യമാണ്. എല്ലാവരും ഒരു വിസ എടുത്ത് ഇവിടെ വന്ന് ഒരാഴ്ച താമസിച്ച സാധനം വാങ്ങിച്ച് അവർ തിരിച്ചു പോകുന്ന ഫ്ലൈറ്റിൽ തന്നെ അവർക്ക് കൊണ്ടുപോകാൻ പറ്റിയാൽ അത്ര സന്തോഷം. കാരണം അവിടെ ചെന്നു അത് ഒരാഴ്ച 2 ആഴ്ച കൊണ്ട് വിറ്റു, അടുത്ത ട്രിപ്പ് വീണ്ടും വരും. ഇത് ഭയങ്കര സൈക്കിളാണ് ആൻഡ് ഹ്യൂജ് വോളിയൂംസ് ഓൾസോ. സോ ആദ്യം കാർഗോ വേണം, 2 അത് ട്രാൻസ്പോർട്ടിനുള്ള എയർക്രാഫ്റ്റ് വേണം. എയർക്രാഫ്റ്റ് ലീസിന് കിട്ടും, വാടകയ്ക്ക് എടുക്കാനായിട്ട്. പിന്നെ വി നീഡ് ദ പീപ്പിൾ ടു റൺ ഇറ്റ്. ദാറ്റ് വി ഓൾറെഡി ഹാവ്. ഇപ്പം ആഫ്രിക്കയിലേക്ക് നമ്മൾ ഇപ്പം സാർ പറഞ്ഞ കാർഗോ സർവീസ്, അപ്പോൾ അവിടെയൊക്കെ
നമ്മൾ എംപ്ലോയീസിനെ ഹയർ ചെയ്യുന്നത് അവിടെ തന്നെയാണോ അതോ നമ്മൾ അവിടെ ആവശ്യമില്ല നമുക്ക്. നമ്മൾ ഇവിടുന്ന് ട്രാൻസ്പോർട്ട് ചെയ്ത് അവരുടെ എയർപോർട്ടിൽ കൊണ്ട് ഓഫ്ലോഡ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ അവിടെ നമുക്ക് പിന്നെ ആളിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഇവിടെ വിൽ ഹാവ് ആഫ്രിക്കൻ ഗൈസ് ഇൻ ദ മാർക്കറ്റ്. അപ്പോൾ അവരെ നമ്മൾ കോൺട്രാക്ട് ചെയ്തിട്ടുള്ളൂ, എംപ്ലോയ് ചെയ്യുന്നില്ല. We have a contract with them, so they collect the cargo and we give them a rate and we transport it. That's all. Yes, okay. UAE ആണ് നമ്മൾ ഇത്രയും ആക്കിയത്. ഈ നമ്മൾ ഈ ഇൻഡസ്ട്രി ഒക്കെ പഠിച്ചതും എല്ലാം ഇവിടെ വന്നാണ്. സോ വി ക്യാൻ നെവർ ഫർഗെറ്റ് UAE ആസ് സച്ച്. പക്ഷേ UAE മാർക്കറ്റ് ഈസ് ഗെറ്റിംഗ് സാച്ചുറേറ്റഡ്, ഹെവി കോമ്പറ്റീഷൻ. അപ്പോൾ നമ്മളെപ്പോലുള്ള ചെറിയ കമ്പനികൾക്ക് സർവൈവ് എന്നല്ല, ഐ മീൻ കോമ്പീറ്റ് ചെയ്ത് നിൽക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട്. കോസ്റ്റ് ഈസ് ഗോയിങ് അപ്പ്. Yes, sir. So we find the African soil better, but definitely with a base in Dubai. Dubai base ഇല്ലാതെ ആഫ്രിക്കയിൽ ബിസിനസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. മലയാളി എന്നുള്ള നിലയിൽ സാറിനോട് ഒരു ക്വസ്റ്റ്യൻ കൂടെ ഞാൻ ചോദിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് ആളുകളെല്ലാം പല രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോവുകയാണ്. അപ്പം എന്തുകൊണ്ടാണ് ആ ഒരു പ്രവണത കൂടുന്നത്? അപ്പം സാറിൻ്റെ ഈ ഒരു UAE ജീവിതത്തിൽ സാറിന് തോന്നിയിട്ടുള്ളത്? അല്ല, അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് ആൾക്കാരുടെ റിലേഷൻസ് പോയി. ഈവൻ വിത്തിൻ ദ ഫാമിലി റിലേഷൻസ് ഇല്ല. അപ്പോൾ ഈ സോഷ്യൽ സിസ്റ്റമാണ് നമ്മളെ എല്ലാം നാട്ടിൽ ഹോൾഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ ഫാമിലിയിൽ ഇപ്പോൾ ഞാൻ തിരുവല്ലയിൽ പോയാൽ ഞാൻ കഴിഞ്ഞ മെയ്യിൽ നാട്ടിൽ പോയിരുന്നു എൻ്റെ മദറിൻ്റെ 90th ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ. ആ ഒരു 5 kilometer റേഡിയസിൽ we had more than 85 family members who attended that function. Yes. So that is because of relations. It is a relation which binds you to your place. Yes, sir. ഇപ്പോഴത്തെ യങ്ങർ ജനറേഷന് ഒന്നും അങ്ങനെ റിലേഷൻ ഒന്നുമില്ല. ദർ ഇസ് നോ ബോണ്ട്, ഫാമിലി ബോണ്ടിങ് കുറവാണ്. പേരൻസുമായിട്ടുള്ള അടുപ്പമുണ്ടെന്നല്ലാതെ അത് കഴിഞ്ഞാൽ പിന്നെ ദേ ഡോണ്ട് ഹാവ് കസിൻസ് അങ്ങനെയുള്ള. ഞാനൊക്കെ ഓർക്കുന്നുണ്ട്, നമ്മളൊക്കെ നാട്ടിൽ പോകുമ്പോൾ എപ്പോൾ പോയാലും ഒരു 4 മാസം അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോൾ നാട്ടിൽ പോയാൽ സംടൈംസ് ഐ മേ ഹാവ് ടു വിസിറ്റ് അറൗണ്ട് 15 houses. എല്ലായിടത്തും കയറി അന്വേഷിച്ച് ഒക്കെ വരാറുള്ളൂ. സോ വി ആർ മെയിൻറ്റെയിനിങ് എ റിലേഷൻ. അപ്പോൾ ഈ റിലേഷൻ ഇപ്പോഴത്തെ ജനറേഷൻ ഇല്ല. എൻ്റെ മകൾക്കുണ്ടെന്ന് തോന്നുന്നു, ബിക്കോസ് നമ്മൾ പോകുമ്പോൾ അവളെയും കൊണ്ടുപോയി അവളത് കണ്ടു പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഐ ഡോണ്ട് തിങ്ക് ഹെയർ ഡോട്ടർ ഹാസ് ഗോട്ട് ദാറ്റ്. സോ ഈ ഫാമിലി ബോണ്ടിങ് കുറയുന്നതുകൊണ്ടാണ് പീപ്പിൾ ആർ മൈഗ്രേറ്റിംഗ് ആൻഡ് ഗോയിങ് ഔട്ട് കൂടുതൽ. പൊതുവെ അവസരങ്ങൾ യുവതലമുറയ്ക്ക് കുറയുന്നു എന്നുള്ളൊരു പറയുന്നുണ്ട്. ഇല്ല, അത് ഒരു മിഥ്യാബോധമാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ ആൾക്കാർ UK-യിലും കാനഡയിലും ഒക്കെ മൈഗ്രേറ്റ് ചെയ്ത് പോയിട്ട് അവിടെയൊക്കെ ലൈഫ് ഈസ് നോട്ട് ദാറ്റ് ഈസി. പുറമേ നോക്കുമ്പോൾ മക്കൾ കാനഡയിലല്ല, എൻ്റെ മോൻ കാനഡയിലെന്ന് പറയുന്നതല്ലാതെ ഐ ഡോണ്ട് തിങ്ക് ദേ ഹാവ് ദാറ്റ് കൈൻഡ് ഓഫ് ഗുഡ് ലൈഫ്. ദാറ്റ്സ് വാട്ട് ഐ ഫീൽ. സാർ, ഇനി ഈ ഒരു പ്രവാസ ജീവിതം നൽകുന്ന ഒരു സ്ട്രെങ്ത്, ആ ഒരു കരുത്താണല്ലോ ഇതിൻ്റെ എല്ലാം, ഈ ഒരു ബിസിനസ് എല്ലാം തുടങ്ങുന്നതിന്. ഏതൊരു പ്രവാസിയും പോലെയും ആദ്യം തുടക്കം സാറിനും ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നോ? ഐ ഡോണ്ട് തിങ്ക് അങ്ങനെ എനിക്ക് വലിയ ഹാർഡ്ഷിപ്പ് ഒന്നും ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓൾമോസ്റ്റ് ആ കൈൻഡ് ഓഫ് സ്മൂത്ത് സെയിലിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സഫീഷ്യൻ്റ് ആണെന്നോ ഒന്നുമല്ലോ പറഞ്ഞ്. ബട്ട് വി ആർ ബേസിക് പീപ്പിൾ. നമ്മളൊക്കെ എന്താ പറയുന്നത്, സാധാരണ ജീവിതം ജീവിച്ചു പോകുന്ന ആൾക്കാരാണ്. ഇപ്പോഴും ആ രീതിയിലാണ് ജീവിക്കുന്നത്. അല്ലാതെ വി ആർ നോട്ട് എന്താ പറയുന്നത് എക്സ്ട്രാവജൻറ്റ് ഹൈ സ്പെൻഡിങ് അങ്ങനത്തെ ഇതൊന്നുമില്ല. സോ അതുകൊണ്ട് നമ്മൾ നാട്ടിൽ ജീവിച്ച പോലെ തന്നെ ഇവിടെ നമുക്ക് ജീവിക്കാൻ പറ്റും. സോ വി നെവർ ഹാഡ് എനി ഇഷ്യൂസ്. സാർ, ഇനിയും ഇപ്പോൾ ഈ ദുബായിലേക്ക് അല്ലെങ്കിൽ UAE-യിലേക്ക് ഇനിയും ആളുകൾ പ്രവാസികളായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരോട് സാറിന് എന്താണ് ഒരു പ്രത്യേകിച്ചും ദുബായിലേക്ക് എത്തുന്ന പ്രവാസികളോട്, ബിസിനസ്സുകാരോട് മാത്രമല്ല പൊതുവെ ഒരു ജീവിതം തുടങ്ങാൻ? അത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇവിടെ വരുന്ന ആൾക്കാർ കൂടുതലും ജോലി അന്വേഷിച്ച് വരുന്ന ആൾക്കാരാണ്. ജോലിയിൽ കയറുമ്പോൾ ദേ ഹാവ് ടു വർക്ക് ഹാർഡ്, ദേ ഹാവ് ടു ഹാവ് ലോയൽറ്റി ഓൾസോ ആൻഡ് ട്രൈ ടു ലേൺ. യുനോ ദർ ആർ ലോട്ട് ഓഫ് ലേണിംഗ് ടു ബി ഡൺ. ഞാൻ ഇപ്പം എൻ്റെ കേസ് തന്നെ എടുത്താൽ ഞാൻ 90 മുതൽ 2005 വരെ, സോ യു ആർ 15 years. ഇറ്റ്സ് എ ലേണിംഗ് പ്രോസസ്സ്. അത് ഞാൻ വർക്ക് ചെയ്ത കമ്പനിയിലൊക്കെ എനിക്കൊരു പോർട്ട്ഫോളിയോ തന്നാൽ
ഞാൻ ആ ഒരു പോർട്ട്ഫോളിയോ മാത്രമല്ല, എന്ത് കിട്ടിയാലും ചെയ്യും. Yeah. ഒരു കമ്പനിയിൽ ഐ യൂസ് ടു ഹോൾഡ് 3 പൊസിഷൻസ് അറ്റ് ദ സെയിം സാലറി. I was a sales manager, I was exhibition manager, and I was air freight manager. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇതെല്ലാം പഠിക്കുന്നത്. Yes. അപ്പോൾ സോ വാട്ട് ഐ വിൽ ടെൽ പീപ്പിൾ ഈസ് ഇൻവോൾവ് യുവർ സെൽഫ് in the trade, learn, work hard and learn it, and then it paves a way to start something of your own, or find better pastures and ഇപ്പം നമുക്കൊരു എക്സ്പീരിയൻസിൻ്റെ പിൻബലമില്ലെങ്കിൽ ഒരു പുതിയ മേഖലയിലും നമുക്ക് വിജയം കൈവരിക്കാം എന്നുള്ളതാണ് സാറിൻ്റെ ഒരു ജീവിതം കൊണ്ട് സാർ ഒരു ഫിനാൻസിൽ നിന്ന് സാർ ഈ ഒരു സെയിൽസ് ഈവന്റ് മേഖലയിലേക്ക് എത്തി സാർ തെളിയിച്ചിരിക്കുന്നത്. Yeah, I mean, that is, as I said, how deep you learn things. ഏത് കാര്യം, see, you don't have to be an engineer to run an engineering company, no need. I mean, if you have the real aspiration towards it, you can manage it. Yes. That's what I feel. Any subject for that. I cannot be a doctor, of course, but engineering profession, okay, I think it can be easily managed. Okay, sir. സാർ ഈ ഒരു വിജയത്തിലേക്ക് സാറിപ്പോൾ ഈ ഒരു വിജയത്തിലേക്ക് എത്തിയതിൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറയാനുണ്ടോ ജീവിതത്തിൽ? Strategy. ഒരു വിജയത്തിനൊരു സ്ട്രാറ്റജി. Commitment and openness, and that's all. Yes. And straightforward, of course. You deal with people on a straightforward basis. We are very straightforward. I mean, we don't misuse the customers, or ഒരു അവസരം കിട്ടിയ ഉടനെ അത് കസ്റ്റമറിനെ മിസ്യൂസ് ചെയ്യാനൊന്നും we never try. We are very open. Yes, and committed also. അതേ ഉള്ളൂ, ഒന്നെനിക്കുള്ളൂ. അതാണ് ഈ വിജയത്തിൻ്റെ പിന്നിൽ. JKK ഗ്രൂപ്പിൻ്റെ തന്നെ ലിമിറ്റഡ് എഡിഷൻ എന്നൊരു കമ്പനിയെ കുറിച്ച്, അതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് ബേസിക്കലി ഓൾ ഗ്രൂപ്പിൽ we have got 3 companies here in UAE, and we have got 2 companies in Africa, in Rwanda. Yes. ഈ എല്ലാ കമ്പനികളും ഇവൻറ്റ്സ് ആൻഡ് എക്സിബിഷൻസ് ബിസിനസ്സിനെയാണ് കേറ്റർ ചെയ്യുന്നത്. Anything which is involved in the events business, if you are talking about infrastructure construction, you are talking about logistics, and you are talking about other services, that's what we provide. Limited edition is fully into the construction part of it, and other services like AV or graphic printing and branding or whatever it is. JKK Freight Dubai, they are into the logistics part. Yes. And in Africa also same. So all the 5 companies do the same thing. Yeah. Catering to the events and exhibition industry. Yeah, AAA ഇവന്റ്സിന്റെ ഓർഗനൈസർ ആണ് AAA ഇവന്റ്സ് എന്ന് പറയുന്നത്. Yeah. Okay. And recently we had been to Switzerland, and there is an organization called International Exhibition Logistics Association, IELA. Yeah, okay. With more than 160 companies around the world who are members. So we had a 5-day conference, which around 350 delegates from around the world. So we participated, and we took membership of IELA for Africa, and you can see the plaque there. So we are an IELA member now. Sir, അതൊരു ഗ്രേറ്റ് അച്ചീവ്മെന്റ് ആണ്. Of course, yes. Okay, sir. Because we are having any nuke of the world, you have got somebody. Yes. Who can support us. JKK ഗ്രൂപ്പിന്റെ ഒരു സിഗ്നേച്ചർ ലോകത്തെമ്പാടും ഇത് ഇനിയും പതിപ്പിക്കാൻ കഴിയട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ഇത്രയും സമയം ഞങ്ങളോട് ചെലവഴിച്ചതിന് നന്ദി. Thank you.